ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഞാൻ തമിഴിലെ ഭാഗമാണ് പറയാൻ പോണ. പാണ്ഡ്യൻ സ്റ്റോർ 2 എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. അപ്പൊ ഈ ഭാഗം എന്തായാലും മലയാളത്തിൽ കാണാൻ സാധിക്കും. കാരണം തമിഴിലെ പോലെ തന്നെയാണ് മലയാളം, അതുപോലെ തന്നെ ഡയലോഗ് അടക്കം അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തമിഴിലെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ എങ്ങനെയെങ്കിലൊക്കെ അവന്, അതായത് അലോകിനും അവന്റെ വീട്ടുകാർക്കും പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അനു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പൊ സത്യങ്ങളെല്ലാം മീനാക്ഷിക്കും ഇത്രക്കും അറിയാം. മീനാക്ഷി ആണെങ്കിൽ സുകന്യനെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി ഈ വീടിനെതിരായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ നടന്ന സംഭവം ഇതിനു മുമ്പ് നിങ്ങൾ പല ഉടായ്പും കാണിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഈ വീട്ടിൽ ഞാൻ തുറന്നു പറയും. പിന്നെ നിങ്ങൾ ഈ വീട്ടിൽ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഭീഷണിപ്പെടുത്തി നമ്മുടെ സുകന്യനെ ഒരു മൂലൊക്കെ പിടിച്ചിരുത്തിയേക്കാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലോകിനെയാണ്. അലോക് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അനു പതുക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. അനുവിനെ കാണുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ രാജശ്രീയും പറയുന്നുണ്ട്, അനു നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ, കഴിക്കാൻ എടുക്കട്ടെ, എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു എന്ന് പറയാണ്. തലവേദനയോ? ഒരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് നീ റെസ്റ്റ് ചെയ്തോ എന്ന് രാജശ്രീയും മുത്തശ്ശിയും പറയണ്ട. അപ്പൊ നമ്മുടെ മിത്രയുടെ അമ്മ എവിടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി മോളെ പെട്ടെന്നൊരു തലവേദന? അറിയില്ല, എന്തോ ചെറിയൊരു മൈഗ്രെയിൻ പോലെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ അനു ഇരിക്കുമ്പോ തന്നെ അവിടേക്ക് അലോക് വന്നിട്ട് പറയണ്ട്, അനു നീ എന്ത് ചെയ്യാൻ പോവാ? അപ്പോഴേക്കും അനു പറയണ്ട, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിക്കാനോ? വാ നീ എഴുന്നേക്ക്, നമുക്ക് പുറത്തു വരെ പോകാം എന്ന് പറയുമ്പോഴേക്കും രാജശ്രീ പറയണ്ട, അവള് ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, നീ എന്തിനാ അവളെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അമ്മേ ഞങ്ങൾ ഇത് പുറത്തു പോയാൽ ഭക്ഷണം കഴിക്കണത് ഹോട്ടലില് എന്ന് പറയുമ്പോഴേക്കും, ഹോട്ടലിലോ? ഇത് നീ നേരത്തെ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കുള്ള ഫുഡ് ഇവിടെ വെച്ച് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ട, ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞവരല്ലേ, അവര് പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, ഷോപ്പിംഗ് ഒക്കെ ചെയ്ത ഒരു തെറ്റൊന്നുമില്ല, നിങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയത്ത് അനു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ട്, അവൻ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ കൊതിയോടെ വിളിക്കുന്നതല്ലേ മോളെ, മോള് പോയിട്ട് വാ എന്ന് മുത്തശ്ശിയും പറയണം. അനു അലോകിനൊന്ന് നോക്കുന്നുണ്ട്. അലോക് ദേഷ്യത്തിൽ അനുവിന നിനക്ക് വെച്ചിട്ടുണ്ടടി എന്ന രീതിയിൽ ഇങ്ങനെ നോക്കാട്ടോ. അനുക്ക് പോവാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. അനു പറയുന്നുണ്ട് അലോകിനോട്, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറയാണ്. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഈ സാരിയിൽ നീ സുന്ദരിയായിട്ടുണ്ട്, ഈ സാരി എടുത്തിട്ട് തന്നെ വന്നാ മതി എന്ന് പറയണം. എന്നാ ശരി മുത്തശ്ശി, അമ്മേ എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്മായി ശരി മോളെ പോയിട്ട് വാ എന്നവർ പറയണം. അങ്ങനെ അനു പേടിച്ച് അലോകിന്റെ കൂടെ വണ്ടിയിൽ കയറുക കേട്ടോ. അലോക് കുറെ ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അനുവിനോട് ചോദിക്കേണ്ട, നീ ഈ വഴിയിലൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനെന്തിനാ കാട്ടിലേക്ക് വരേണ്ടത്? ഇതൊരു കാട് പോലും ഉണ്ട്, അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ലല്ലോ. അതെ, അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ല. രാത്രിയാകുമ്പോഴേക്ക് ഇവിടെ പുലി വരെ ഇറങ്ങുമെന്ന ആൾക്കാർ പറയണത്. പുലിയില്ലെങ്കിലും കുറുനരികൾ നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല നീ എന്താ വെച്ച് നിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടിട്ട് ബിരിയാണിയും ചിക്കനും ഒക്കെ മേടിച്ചിടാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുപോകണത്? ഒരിക്കലും അല്ല. പക്ഷെ ഇന്ന് ഭക്ഷണം നോക്കും ഇവിടുത്തെ മൃഗങ്ങൾ. അലോകെ ദേ വെറുതെ കളിക്കല്ലേട്ടോ, എനിക്കിത് കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. നീ പേടിക്കണോടി, നീ എന്താ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ നേരെയാക്കാൻ നോക്കുന്നു? അല്ല എന്റെ തലയിൽ കയറി ഡാൻസ് കളിക്കുന്നു? എന്റെ വീട്ടിൽ ഞാൻ എത്ര സന്തോഷമായിട്ടാ കഴിഞ്ഞെന്ന് നിനക്കറിയാവോ? നീ വന്നതോടുകൂടി എനിക്ക് എന്റെ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത പോലെയായി. ഇനി നീ എന്റെ വീട്ടിൽ വരണ്ട, അതിനുവേണ്ടി ഞാൻ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോവാണ്. രാത്രി കുറുനരികളോ പുലികളോ ആര് വേണമെങ്കിൽ നിന്നെ കടിച്ചു തിന്നട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അലോകെ വേണ്ട, ഇത് കുറച്ച് ഓവറാണ്, എന്നെ ഇവിടെ നിർത്തല്ലേ, ഞാൻ ഇറങ്ങില്ല എന്ന് പറയാണ്. അപ്പൊ അലോക് പറഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന് പറയാണ്. ഇല്ല ഞാൻ ഇറങ്ങില്ല എന്ന് അനു പറയുമ്പോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് അലോക് വേഗം അനുവിന്റെ ഡോറ് തുറന്നിട്ട് അനുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ഡോർ അടച്ചിട്ട് ലോക്ക് ചെയ്യായിട്ട് അകത്തുനിന്ന്. അപ്പൊ അനു പറഞ്ഞു, അലോക് വേണ്ട അലോക്, എന്നെ ഇവിടെ നിർത്തലേക്ക് പേടിയാവുന്നു. അലോക് പ്ലീസ് അലോക് എന്നെയും കൂടി കൊണ്ടുപോകുന്നു പറയുമ്പോ അലോക് അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാട്ടോ. അനു ആണെങ്കിൽ പേടിച്ച് നിൽക്കാണ്. നോക്കുമ്പോ മരത്തിന്റെ ഇടയിൽ കൂടിയൊക്കെ എന്തൊക്കെയോ എഴഞ്ഞു പോകുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നുണ്ട്. അനു പേടിച്ചിട്ട് ഭഗവാനെയൊക്കെ വിളിച്ച് ദൈവങ്ങളെയൊക്കെ വിളിച്ച് അവിടെ പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കണം. ഈശ്വരൻ എന്ത് ചെയ്യും, ഇതിലേ കൂടിയാണ് വന്നേന്ന് തോന്നുന്നു, ഈ വഴി പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഏതൊക്കെയോ വഴി അനു ഇങ്ങനെ പോകുവാട്ടോ. അതേസമയം അലോക് ആണെങ്കിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാണ്. അലോകിന്റെ കൂട്ടുകാരൊക്കെ മദ്യപിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും കേട്ടോ. ആ സമയത്താണ് അലോക് വരുന്നത്. ദേ അലോക് വന്നല്ലോ. എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചെലവൊന്നും നീ തന്നില്ലല്ലോ. എടാ ഞങ്ങൾക്കൊരു ഗംഭീര ചെലവ് താടാ. ചെലവ് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് ചെലവ്. എന്താടാ നിനക്ക് നല്ല അടിപൊളി പെണ്ണിനെയല്ലേ കിട്ടിയേക്കണത്, പിന്നെ നിനക്ക് എന്താടാ കുഴപ്പം? അനുവിനെ സ്നേഹിച്ച് നിനക്ക് സുഖമായിട്ട് ജീവിച്ചോടെ. പിന്നെ ഒരു കോടീശ്വരന്റെ ആലോചന എനിക്ക് വേണ്ടി വല്യച്ഛൻ പറഞ്ഞു വെച്ചതാണ്. സുന്ദരി, കോടികളുടെ ആസ്തിയുള്ളവൾ, ഒറ്റ മകൾ, അതെല്ലാം നശിപ്പിച്ചത് ഇവൾ ഒറ്റ ഒരുത്തിയ. അമേരിക്കയിലായിരുന്നു അവര് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്, എല്ലാം നശിപ്പിച്ചു. എടാ അതൊക്കെ പോട്ടേടാ, നീ ഇപ്പൊ നമുക്ക് കല്യാണത്തിനുള്ള ചെലവ് തരുന്നുണ്ട്. നാളെ ആവട്ടെ. നാളെയോ? നാളെ എന്താ പ്രത്യേകത? നാളെ അതൊക്കെ ഉണ്ട് എന്ന് പറയാണ് അലോക്.
ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ, നാളെ അവള് മരിക്കും, അവളുടെ 16 അടിയന്തരത്തിലെ ചെലവ് ഉമ്മാർക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ അടിച്ച് പാട്ടൊക്കെ ഫോണിൽ പ്ലേ ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കാട്ടോ. അനുവാണെങ്കിൽ പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ വീടിന്റെ വഴിയിൽ എത്തുന്നുണ്ട്. ആ മദ്യപിച്ചൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും ചോദിക്കണ്ടടാ നിന്റെ കൂടെ വന്ന അനു എവിടെയെന്ന് ചോദിക്കുകയാണ്. അവള് പകുതി വഴിക്ക് വെച്ച് ഇറങ്ങി, പിന്നെ ഞാൻ അവളെ കണ്ടില്ല, അവളെ ഞാൻ കുറെ നോക്കി മതിയായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. എടാ നീ എന്ത് പറച്ചിലാ പറഞ്ഞത്, അനു നിന്റെ കൂടെ അല്ലേ വന്നത്, എന്നിട്ട് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല, അന്വേഷിക്കാത്ത സ്ഥലമില്ല, ഞാൻ ആകെ വിഷമിച്ചിട്ടാ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അവിടെ ഇരിക്കാട്ടോ. ആ സമയത്താണ് അനു അവിടേക്ക് വാതിൽ തുറന്നു വരുന്നത്. അനുവിനെ കാണുമ്പോ മുത്തശ്ശി പണ്ട ദേ അനുമോള് വന്നല്ലോ എന്ന് പറയാണ്. അനു പറയുന്നുണ്ട്, അലോകേട്ടാ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പോഴേക്കും നിങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാജശ്രീ പറയണ്ടേ, എടാ അലോകെ നീ എന്തിനാ അനുവിനെ റോട്ടിലരികിൽ നിർത്തിയിട്ട് വന്നത്? അയ്യോ അമ്മേ ഞാനിവളെ കണ്ടില്ല പോലും. മോളെ നീ ആകെ പേടിച്ചു പോയോ? ആന്റി ഞാൻ ശരിക്കും പേടിച്ചു പോയി. അലോകിനോട് ഞാൻ പറഞ്ഞേ, എന്റെ കൂട്ടുകാരത്ത് സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. തിരിഞ്ഞു നോക്കിയപ്പോ അലോകിനെ കാണുന്നില്ല. ഞാനാണെങ്കിൽ പേഴ്സും എടുത്തില്ല, ഫോണും എടുത്തില്ല, കഷ്ടപ്പെട്ട ഇവിടെ വരെ നടന്നു വന്നത്. അയ്യോ പാവം. മോള് വാ, ഭക്ഷണം കഴിച്ചോ നിങ്ങള്? ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയാണ്. എന്നാ ഭക്ഷണം കഴിക്കുന്ന ബട്ട് അനുവിന് ഭക്ഷണമൊക്കെ കൊടുക്കാണ്. അലോകിന് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ബാലൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ. മുറ്റത്ത് തന്നെ അലോക് നിൽക്കുന്നുണ്ട്. അലോക് നോക്കുമ്പോഴേക്കും ബാലൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ബാലൻ അലോകിനെ കാണുന്നുണ്ട്. ആ ദേഷ്യത്തിൽ ബാലൻ ഒന്നും കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാട്ടോ. അലോക് മനസ്സിൽ വിചാരിക്കാണ്, അയാള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്, എന്നുള്ള ദേഷ്യ വണ്ടിനുള്ളിൽ തീർക്കണത്. ഒരു കാര്യം ചെയ്യാം, എന്റെ ദേഷ്യം ഇയാളുടെ മോളോട് തീർക്കാം. എടി അനു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് അലോക് വിളിക്കാണ്. ഇത് കേട്ട് ബാലൻ പതുക്കേട്ട് എങ്ങനിട്ട് അലോകിനെ നോക്കുന്നുണ്ട്. അനു അവിടേക്ക് വരുന്നുണ്ട്. എന്താ അലോകേട്ടാ? എടി ഇതിനടുത്ത് ഞാനൊരു ഫോൺ എടുക്കാൻ പറഞ്ഞില്ലേ, നമ്മുടെ തലക്ക് 2-3 കൊട്ടിങ്ങനെ കൊടുക്കാട്ടോ. അത് കാണുമ്പോ ബാലന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഒരു പണി പറഞ്ഞതുപോലെ ചെയ്യില്ല, നാണം കെട്ടവൾ. നിന്റെ വീട്ടില് ഇങ്ങനെയാണ് വളർത്തിയത്, ഒരു അടക്കവുമില്ല, ഒരു ഒതുക്കുമില്ല. പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെയാണോട് വേണ്ടത്? നിന്റെയൊക്കെ ഒരു കോലം നോക്ക്. വീട്ടുകാർ നിനക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേടി? അതോ ഭക്ഷണം കഴിച്ച് നീ വീർപ്പക്കുറ്റി പോലെ ആയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബോഡി ഷേപ്പിംഗ്, ഭയങ്കര കുറ്റപ്പെടുത്തലും ആട്ടോ. നിങ്ങളുടെ പറഞ്ഞ മനസ്സിലായില്ലേടി എന്ന് പറഞ്ഞിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ അടിക്കുവാട്ടോ. അത് കാണുമ്പോ ബാലൻ അത് പറഞ്ഞിട്ട് ബാലൻ ആ സ്കൂട്ടി അവിടെ തന്നെ ഇട്ടിട്ട്, ബാലന്റെ സ്കൂട്ടർ ഉണ്ടല്ലോ അത് അവിടെ തള്ളിയിടാണ്, അകത്തേക്ക് കയറി പോവാണ്. അനു അലോകിനോട് പറയണ്ടേ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അകത്ത് വന്ന് എന്നോട് മാത്രം ദേഷ്യം കാണിക്കും. എന്റെ അച്ഛന്റെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കണത്? എന്റെ അച്ഛൻ അത് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? നിന്റെ അച്ഛൻ വേദനിക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ നീ എന്താ വിചാരിച്ചത്? നിന്നെ വെറുതെ പുറത്തിട്ട് ഞാൻ തല്ലുവാണെന്നോ? അങ്ങനെ ചെയ്ത ഞാൻ മുത്തശ്ശി അമ്മയൊക്കെ എന്നെ വെറുതെ വിടോടി. ഞാൻ നിന്റെ അച്ഛനെ പണി കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അയാളെ ആ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ എന്നെ തൊഴിക്കണ പോലെയാണ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അയാൾക്ക് തിരിച്ചൊരു പണി കൊടുത്തു. നിന്നെ ഉപദ്രവിച്ച് അയാളെ ഞാൻ വേദനിപ്പിച്ചു. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാ. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേട്ടന്മാരുടെയും ഏടത്തിമാരുടെ മുമ്പിലൊക്കെ നിന്നെ ഞാൻ ഉപദ്രവിക്കും. അത് കണ്ട് നീറി അവര് വേദനിക്കും എന്നൊക്കെ പറയാട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം തമിഴിലെ ഭാഗമാണ്. അപ്പൊ ഇത് മലയാളത്തിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും, 100% ഷുവർ ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.